എൻ്റെ പേരൻറ്സ് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടല്ലേ എന്നെ വിട്ടത്. എന്നിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെയൊന്നും ഡൗൺ ആയി പോകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഡൗൺ ആവുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സ്കോറിലേക്ക് വരുന്നത്. ഒരു 200, 300 സ്കോറിലേക്കൊക്കെ വരുന്നത്. ഇപ്പോൾ എൻ്റെ അനിയത്തി ബ്രില്യൻറ്റിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്ത ഒരാളായിരുന്നു. അവൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവൾ പറയുമായിരുന്നു, ചില ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അവൾക്ക് ചെയ്യാതെ തന്നെ അറിയാം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് അവൾ ഈ മെറ്റീരിയൽസിലും ബ്രില്യൻ്റെ തന്നെ മെറ്റീരിയൽസിലും വർക്ക് ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുപോലുള്ള കുട്ടികൾ നിങ്ങൾക്കിടയിലും ഉണ്ടാവും. എൻ്റെ കമൻറ്റ് സെക്ഷൻ ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളും ഇങ്ങനത്തെ കമൻസ് ആണ്. ചേച്ചി എനിക്ക് 350 മാർക്കേ മോഡൽ എക്സാമിന് കിട്ടുന്നുള്ളൂ, 400 മാർക്കേ കിട്ടുന്നുള്ളൂ, 450 മാർക്കേ കിട്ടുന്നുള്ളൂ, എനിക്ക് ഗവൺമെൻറ്റിൽ ഒരു MBBS സീറ്റ് കിട്ടുമോ, ചേച്ചിക്ക് മോഡൽ എക്സാം സമയത്തൊക്കെ എത്ര മാർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ എൻ്റെ പേര് ശില്പ, ഞാൻ ശ്രീനാരായണ മെഡിക്കൽ കോളേജിൽ ഒരു ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ്. എനിക്ക് ഗവൺമെൻറ് BDSും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് ക്വിറ്റ് ചെയ്തിട്ടാണ് സെൽഫ് ഫിനാൻസിങ് MBBS ചൂസ് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം, സെൽഫ് ഫിനാൻസിങ് MBBS അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് BDS കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 5000 റാങ്കിനുള്ളിൽ വേണം. അപ്പോൾ ആ ഒരു റാങ്കിലേക്ക് ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നീറ്റ് എക്സാമിൻ്റെ എൻ്റെ നീറ്റ് മോഡൽ എക്സാമിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ റിവീൽ ചെയ്യുന്നത്. വീഡിയോ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും, ഞാൻ റിപ്പീറ്റ് ചെയ്തത് ബ്രില്യൻറ്റിലാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്തത് സെൽഫ് സ്റ്റഡി ആയിരുന്നു. അതായത് ഞാൻ വീട്ടിലിരുന്ന് BSc കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു കോഴ്സിൻ്റെ കൂടെ പഠിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നീറ്റ് എഴുതി, അതായത് ഫസ്റ്റ് ടൈം ഞാൻ നീറ്റ് എഴുതിയപ്പോൾ എൻ്റെ സ്കോർ എന്ന് പറയുന്നത് 454 ആയിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഉഴപ്പിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹത്തിനല്ല ഞാൻ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇത്തിരി ഉഴപ്പി 454 മാർക്കായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരുന്ന മോഡൽ എക്സാമിനൊക്കെ എനിക്കൊരു 300 to 400 റേഞ്ചിലേ കിട്ടത്തുള്ളായിരുന്നടാ. എപ്പോഴും ഒരു 350, ഒരു 370 ആ ഒരു റേഞ്ചിലായിരുന്നു എൻ്റെ സ്കോർ ഉണ്ടായിരുന്നത്. പക്ഷേ അത് ഇപ്പോഴത്തെ 350 അല്ല, അന്ന് ഇത്രയും കൂടെ കോമ്പറ്റീഷൻ കുറവാണ്. മാത്രമല്ല പിള്ളേർ കുറവാണ്. കുറച്ചും കൂടെ ഒരു വേറൊരു ലെവൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരു 350 അല്ലെങ്കിൽ ഒരു 400 റേഞ്ചിലായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ അത്രയും ഉഴപ്പിയിട്ട് പോലും എനിക്ക് നീറ്റ് എക്സാമിൻ്റെ സ്കോർ 454 വന്നു. രണ്ടാമത്തെ വട്ടം ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു ചെയ്തത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ച് എൻ്റെ കയ്യിലുള്ള പഴയ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രില്യൻറ്റിൽ ഒരു ടീച്ചറിനോടുള്ളൊരു അടുപ്പം കൊണ്ട് മാം ഇടയ്ക്കൊക്കെ എനിക്ക് മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമായിരുന്നു. അതിനകത്ത് ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു 450 to 500 റേഞ്ചിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ നീറ്റ് എക്സാമിൻ്റെ സ്കോർ ഒന്നും കണ്ട് ടെൻഷൻ ആവണ്ട. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ എൻ്റെ അനിയത്തി ബ്രില്യൻറ്റിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്ത ഒരാളായിരുന്നു. അവൾ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ അവൾ പറയുമായിരുന്നു, ചില ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് അവൾക്ക് ചെയ്യാതെ തന്നെ അറിയാം. കാരണം റിപ്പീറ്റഡ് ആയിട്ട് അവൾ ഈ മെറ്റീരിയൽസിലും ബ്രില്യൻ്റെ തന്നെ മെറ്റീരിയൽസിലും വർക്ക് ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുപോലുള്ള കുട്ടികൾ നിങ്ങൾക്കിടയിലും ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്യുന്നവരും സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരും. അവർക്കൊക്കെ ചിലപ്പോൾ ഫിസിക്സിൻ്റെ ആവട്ടെ കെമിസ്ട്രിയുടെ ആവട്ടെ ക്വസ്റ്റ്യൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിങ്ക് ചെയ്യേണ്ട പോലും കാര്യമില്ല. കാരണം അവരുടെ മനസ്സിൽ ആ ഒരു ആൻസർ 0.2 ആണ്, അല്ലെങ്കിൽ ഇപ്പം ജസ്റ്റ് ഒരു L/M ആണ്. അതൊക്കെ അവരുടെ മനസ്സിലുള്ള സംഭവമാണ്. മനസ്സിലായോ? അതായത് അവർക്കത് ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യുന്ന കുറച്ച് പേര് നിങ്ങളുടെ ഇടയിലുണ്ടാവും. നീറ്റ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ വർക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവർക്ക് അത് ചെയ്യാൻ പറ്റണം എന്നുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം മാർക്ക് കുറയുന്നതിലും റാങ്ക് കുറയുന്നതിലും ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. നിങ്ങളിപ്പോൾ ഒരു 400 to 450 അല്ലെങ്കിൽ ഒരു 400 to 500 റേഞ്ചിലാണ് സ്കോർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നീറ്റ് എക്സാമിന് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഒരു 3000 to 5000 ഇടയ്ക്ക് നിങ്ങൾക്ക് കേരള റാങ്ക് വരുന്നതായിരിക്കും. അതിന് നിങ്ങൾക്ക് ഒരു സെൽഫ് ഫിനാൻസിങ്ങോ ഗവൺമെൻറ് BDSോ ഒക്കെ കിട്ടാനായിട്ടുള്ളൊരു പ്രോബബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ബ്രില്യൻറ്റിലെ മാർക്ക് നിങ്ങൾ നോക്കണ്ട. നമ്മൾ പഠിച്ച് കവർ ചെയ്യുന്നുണ്ടോ, നമ്മളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. നിങ്ങൾ വേറൊരാളെ ആയിട്ട് കമ്പയർ ചെയ്യാൻ നിൽക്കണ്ട. അതായത് അയാൾക്ക് അത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ എൻ്റെ റാങ്ക് താഴോട്ട് പോകുന്നു, അതൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പഠിച്ചെടുത്ത് നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നെഗറ്റീവ് വരുത്താതെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഒരു 400 to ഒരു 300 to 450 റേഞ്ചിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ കെമിസ്ട്രിയും ബയോളജിയാണ് സ്ട്രോങ് ആക്കേണ്ടത്. ഞാനിത് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണ്. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും 350 ബയോളജിക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 150 കെമിസ്ട്രിക്കും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു 500+ ആയി സ്കോർ, 500 ആയി സ്കോർ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 500+ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഫിസിക്സിനെയൊക്കെ പറ്റി ടെൻഷൻ അടിച്ചാൽ മതി. ഞാനൊരു കമൻറ്റ് ലേറ്റസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, ആൾക്ക് 200 മാർക്കാണ് സോളിഡ്സോ ഫ്ലൂയിഡ്സോ ഒക്കെ പഠിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 200 മാർക്കിലൊക്കെ സ്റ്റക്കായിട്ടുള്ള ഒരാൾ ഫിസിക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ബയോളജിയിലും കെമിസ്ട്രിയിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം സ്കോർ കൂട്ടാനായിട്ട് എളുപ്പമാണ്. ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 5-10 മാർക്കിൻ്റെ ഡിഫറൻസിലായിരിക്കും നിങ്ങൾക്കൊരു ഗവൺമെൻറ് BDSയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ ഒരു സെൽഫ് ഫിനാൻസിങ് BDSയിലേക്ക് വീണ് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വെറ്റിനറിയിൽ നിന്ന് അഗ്രികൾച്ചറിലേക്കോ അല്ലെങ്കിൽ അഗ്രികൾച്ചറിൽ നിന്ന് ഒരു ആയുർവേദത്തിലോട്ടോ ഒക്കെ വീണ് പോകുന്നു. അപ്പോൾ നിങ്ങൾ പരമാവധി നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആക്കാനായിട്ടുള്ള പരിപാടികൾ നോക്കുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നിടത്ത് ടാർഗറ്റ് ചെയ്യുക. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിൻ്റെ, അതെന്തായാലും നിങ്ങൾ കണ്ടു നോക്കണം. അതിനകത്തുള്ള ചാപ്റ്റേഴ്സിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 400+ ഉറപ്പായിട്ടും കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ
400 അല്ല, ഒരു 500+ കിട്ടും. നിങ്ങൾ ബാക്കിയുള്ളത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നിങ്ങൾ 400 ബിലോ ഒക്കെയാണ് സ്കോർ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട സമയമല്ല. നിങ്ങളുടെ ബയോളജീനെയും കെമിസ്ട്രീനെയും പറ്റി വേണം നിങ്ങൾ ടെൻഷൻ അടിക്കാൻ. കാരണം അത് ഭയങ്കര വീക്ക് ആയതുകൊണ്ടാണ് ആ ഒരു സ്കോറിലേക്ക് നിങ്ങൾ എത്തുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുക. എൻ്റെ പേരൻസ് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടല്ലേ എന്നെ വിട്ടത്, എനിക്ക് എന്നിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അങ്ങനെയൊന്നും ഡൗൺ ആയി പോകേണ്ട കാര്യമില്ല. അങ്ങനെയൊക്കെ ഡൗൺ ആവുന്നവരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സ്കോറിലേക്ക് വരുന്നത്, ഒരു 200, 300 സ്കോറിലേക്കൊക്കെ വരുന്നത്. നമ്മളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങളെക്കൊണ്ട് പറ്റും. നമ്മൾ നമുക്കൊരു സമാധാനം കൊടുത്ത് പഠിക്കാൻ നോക്കുക, സ്ട്രെസ്ഡ് ആക്കാതിരിക്കുക. എന്തായാലും നമ്മൾ നീറ്റ് എക്സാം എഴുതിയേ പറ്റൂ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതണോ, അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ച് കുറേ സമയം കളഞ്ഞ് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് പോയി എഴുതണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടെൻഷൻ അടിക്കേണ്ട. ഈ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, നിങ്ങൾക്ക് എന്തായാലും കിട്ടും. പിന്നെ എന്താണ്, ഇപ്പോൾ തന്നെ ഒരു നീറ്റ് ക്വാളിഫയിങ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വെറ്റിനറി ഒക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് അതിനൊക്കെ സ്കോളർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാറിനൊന്ന് മെസ്സേജ് അയച്ച് നോക്കുക. കാരണം നമുക്കിപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഒരു 400 റേഞ്ചിലൊക്കെ ഉള്ളൊരു കൊച്ചിന് നല്ല സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെൽഫ് ഫിനാൻസിങ് വെറ്റിനറിക്ക് എത്രയോ 5 ലക്ഷമോ 6 ലക്ഷം രൂപ എന്തോ സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് MBBS വിട്ട് കഴിഞ്ഞാൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ മാർക്കിനനുസരിച്ച് സ്കോളർഷിപ്പ് തരുന്ന ഒത്തിരി പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഉണ്ട്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ അച്ചീവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ എനിക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അവിടെ ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സിൻ്റെ PDF ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതിനകത്തിലും കൂടെ ഒന്ന് ജോയിൻ ആയിക്കോ. ടെൻഷൻ ആവാണ്ട് കൂളായിട്ടിരിക്കും, നിങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ. ഇപ്പോഴത്തെ ഉള്ള റാങ്ക് ഒന്നും നോക്കിയിട്ട് നിങ്ങൾ സ്ട്രെസ്ഡ് ആവണ്ട. കുറേ പിള്ളേരുണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഒരു 450, 500 റേഞ്ചിലൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റ് എക്സാമിന് കേരള റാങ്ക് ഉറപ്പായിട്ടും എന്തായാലും ഒരു 5000-ന് താഴെയൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.